ഹായ്, നമസ്കാരം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ലക്ഷക്കണക്കിന് ആളുകളെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും പണവും പ്രശസ്തിയും മനസ്സമാധാനവും ഒക്കെ നൽകാൻ സഹായിച്ച മഹത്തായ കൃതിയാണിത്. അത് പഠിക്കാം. മലയാള ഭാഷയിൽ ചെറിയ ചെറിയ മോഡ്യൂളുകളായിട്ട് ഒന്ന് കേട്ടു നോക്കാം. ഇത് വായിക്കാൻ 300 പേജുള്ളൊരു പുസ്തകമാണിത്. വായിക്കുക പറഞ്ഞാൽ കുറച്ച് ഇതില്ലേ, നമ്മൾ വായനാശീലം കുറവുള്ള ആളുകൾക്ക് അത്ര എളുപ്പമായി എന്ന് വരില്ല. അപ്പോൾ അതിനെ ആ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, പല ടീച്ചർമാരും നമ്മൾ ഇത്ര കട്ടിയുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് അത് ടീച്ചർ നോട്ട് തരുമ്പോൾ ഇത്ര ചെറിയൊരു നോട്ടായിട്ട് മാറുന്നില്ലേ. അപ്പോൾ ആ നോട്ട് മാത്രം വായിച്ചാൽ തന്നെ നമുക്കതിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും നമുക്കത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുവാനും സാധിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഈ പുസ്തകത്തെ ഞാൻ 10-15 മിനിറ്റുള്ള വീഡിയോകളാക്കി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൽ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്തു തരാം എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഈ പുസ്തകത്തിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം പ്രാക്ടിക്കലി കഥാകൃത്തിൻ്റെ ഒരു ഭാവനയ്ക്ക് വന്ന ഉദാഹരണങ്ങളല്ല, അത് പ്രാക്ടിക്കലി സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശ്വാസ്യത നമുക്ക് 100% ഉറപ്പാണ്. ഇത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർമുലയാണിത്. അപ്പോൾ അതിൽ ഒരു സംശയവും വേണ്ട. ഇതിലെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്തായാലും നെപ്പോളിയൻ ഹിൽ പറയുന്നത് വെച്ചാൽ, ഒന്ന് അദ്ദേഹത്തിൻ്റെ മകന് തന്നെ ഇത് വായിച്ചപ്പോൾ വളരെയധികം വ്യത്യാസമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ 2 കാതുകളും 2 ചെവിയും ഇല്ലാതെയാണ് ഈ അദ്ദേഹത്തിൻ്റെ മകൻ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ മകൻ ഈ നെപ്പോളിയൻ ഹില്ല് ഈ പുസ്തകം എഴുതുമ്പോൾ കുറേ ഡ്രാഫ്റ്റുകൾ എഴുതുമല്ലോ. അപ്പോൾ ആ കോപ്പി എടുത്ത് വായിക്കാനിടയായി. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെയധികം ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയും അത് പ്രാക്ടിക്കൽ ലൈഫിൽ അദ്ദേഹം അപ്ലൈ ചെയ്യുകയും ചെയ്തു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ സാധിച്ചു. നമ്മളെല്ലാവരും പറയില്ലേ, എഴുതി തള്ളുന്ന ഒരാളല്ലേ മന്ദബുദ്ധി, ചെവികളൊന്നും ഇല്ലാത്ത ഒരാളെ മന്ദബുദ്ധി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളുന്ന ഒരു പ്രവണതയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരാൾ വിജയിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുള്ള ആളുകൾക്കും വിജയിക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഇതിൽ പല കഥകളാണ് അദ്ദേഹം പറയുന്നത്. സംഭവ കഥകളാണ്, ഉണ്ടാക്കി പറയുന്ന കഥകളല്ല, സംഭവ കഥകളാണ്. ആദ്യമായിട്ട് എഡ്വിൻ സി ബാൺസ് എന്നൊരാൾക്ക്, അയാൾക്ക് മനസ്സിലൊരു ചിന്ത വന്നു, എങ്ങനെയെങ്കിലും എഡിസൻ്റെ ബിസിനസ് പാർട്ട്ണർ ആക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തു നിന്നും കുറേ ദൂരമുള്ള സ്ഥലത്താണ് ഈ എഡിസൻ്റെ ഓഫീസ്. അവിടേക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഈ ബാൺസിന് ഉണ്ടായിരുന്നില്ല. എന്നാലും ചിന്ത എന്തായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായി, എഡിസൻ്റെ പാർട്ട്ണറായി മാറണം എന്നുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എവിടുന്നൊക്കെ പൈസ സംഘടിപ്പിച്ച് പിന്നെ ഗൂഡ്സ് ട്രെയിനിൽ കയറിയിട്ടാണ് അദ്ദേഹം ഈ എഡിസൻ്റെ സ്ഥലത്ത് എത്തുന്നത്. അവിടെ എത്തി അദ്ദേഹം ഓഫീസിൽ പോയി, എഡിസൻ്റെ ഓഫീസിൽ പോയി. അവിടെ ഊഷ്മളമായ വരവേൽപ്പൊന്നും ലഭിച്ചില്ല. പിന്നെ കുറേ ട്രൈ ചെയ്തതിന് ശേഷം എഡിസനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം എഡിസനോട് പറഞ്ഞു, എനിക്ക് താങ്കളുടെ പാർട്ട്ണറാവണം, ബിസിനസ് പാർട്ട്ണറാകണം. അപ്പോൾ എഡിസൺ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി, എന്താണ് ഇയാൾക്ക് സ്ഥിര ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരാളാണോ, നല്ല ഡ്രസ്സൊന്നും ആയിരുന്നില്ല, മുഷിഞ്ഞൊരു ഡ്രസ്സും ഒക്കെ ഇട്ട ഒരാൾ, ഒരു നാടോടിയെ പോലെ തോന്നിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ച് പറയുമ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന് ഒരു അത്ഭുതം തോന്നി. അദ്ദേഹം എന്നാലും ഇയാൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഈ പാർട്ട്ണർ ആക്കാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് എൻ്റെ കമ്പനിയിൽ ചെറിയൊരു ജോലി ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഉടനെ സമ്മതിച്ചു, ഓക്കെ, ഈ ജോലിയിൽ ഞാൻ പ്രവേശിക്കാൻ തയ്യാറാണ്. അങ്ങനെ വളരെ ചെറിയൊരു ജോലി അദ്ദേഹത്തിന് കൊടുത്തു, ഈ ബാൺസിന് എഡിസൺ കൊടുത്തു. അങ്ങനെ ഈ ജോലിയിൽ 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു. ഇപ്പം നമ്മളൊക്കെ വെച്ചാൽ അപ്പോഴേക്കും പിരിഞ്ഞു പോകും. ഓക്കെ, പക്ഷേ ഈ ബാൺസിന് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എഡിസൻ്റെ ബിസിനസ് പാർട്ട്ണറായിട്ട് മാറണമെന്നുള്ളത്. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എഡിസൺ പുതിയൊരു ഡിവൈസ് കണ്ടുപിടിച്ചു. എഡിഫോൺ എന്നുള്ളൊരു ഡിവൈസ് കണ്ടുപിടുത്തത്തിൽ ഭയങ്കര പ്രഗത്ഭനാണല്ലോ എഡിസൺ. ആ എഡിഫോൺ എന്നുള്ള ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ അവരുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മെഷീനെ പരിചയപ്പെടുത്തി അവർക്ക്. പക്ഷെ അവർക്ക് എല്ലാവരും പറഞ്ഞു, ഈ മെഷീന് അത്ര ആവശ്യകത തോന്നുന്നില്ല, ഇത് വിൽക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, ഈ കണ്ടുപിടുത്തം നല്ലതായില്ല എന്നുള്ള അഭിപ്രായം എഡിസനോട് അവരെല്ലാവരും പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു വളരെ കാലങ്ങളിലെ പരിശ്രമഫലമായിട്ട് ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക,
അല്ലേ? അത് മാർക്കറ്റിൽ ഇറക്കാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി തുനിയുക. ആ സമയത്ത് സ്വന്തം മാർക്കറ്റിംഗ് ടീം തന്നെ ഇത് പറ്റില്ല, ഇതിന് പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം നിരാശനായി. പക്ഷേ ഇതെല്ലാം ഈ നമ്മളെ ബാൺസ് കാണുന്നുണ്ടായിരുന്നു, ഈ സംഭവങ്ങൾ ഇവർ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ബാൺസ് എഡിസൻ്റെ കയ്യിൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ ഞാനിത് ട്രൈ ചെയ്യാം, ഞാനിത് വിറ്റ് തരാം, എനിക്കിത് വിൽക്കാനുള്ള കഴിവുണ്ട്, ഞാനത് ചെയ്തു തരാം താങ്കൾക്ക് വേണ്ടി. അപ്പോൾ എഡിസൺ പറഞ്ഞു ഓക്കെ, അങ്ങനെ ചെയ്തോളൂ. അങ്ങനെ അതൊരു സൂപ്പർ സക്സസ് ആയിട്ട് മാറി. ഈ എഡിസൻ്റെ ഈ മാർക്കറ്റിംഗ് ടീം പറ്റില്ല എന്ന് പറഞ്ഞ ഈ എക്യുപ്മെൻറ്റ് ഈ ബാൺസ് ഏറ്റെടുത്ത് അത് എൻറ്റയർ അമേരിക്കയിൽ നന്നായിട്ട് വിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതോടുകൂടി എന്തായി, മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൺസ് എന്നുള്ളൊരു സ്ലോഗൻ തന്നെ വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആളായിട്ട് മാറി. അപ്പോൾ എഡിസൺ പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണറായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ അത് മൂലം അദ്ദേഹത്തിന് വളരെയധികം പണം, ഈ ബാൺസിന് മില്യൺസ് ഓഫ് ഡോളർ ഉണ്ടാക്കുവാനും സാധിച്ചു. അപ്പോൾ എന്താണ്, ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചു, അത് ലഭിക്കുന്നത് വരെ അയാൾ അതിനെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനൊന്നും വകവയ്ക്കാതെ, ഇതിൽ എൻ്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് ഇതാകണം എന്ന് ഉറച്ചൊരു വിശ്വാസം വന്നതോടുകൂടി അതിനുവേണ്ടി സ്ഥിരമായിട്ട് പരിശ്രമിച്ച് ഒടുവിൽ ആ ലക്ഷ്യം കാണുകയും ആ ലക്ഷ്യം കണ്ടതിന് ശേഷം സൂപ്പർ സക്സസ് ആയി മാറുകയും ചെയ്തു. സാധാരണ ആളുകളാണെന്ന് വെച്ചാൽ 4 കൊല്ലമൊന്നും ഇതുപോലെ ചെറിയ ജോലിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി എന്ന് വരില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു, ഇത് നേടിയേ അടങ്ങൂ എന്ന നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അത് പ്രകാരം അദ്ദേഹം അത് നേടിയെടുത്തു. ഇത് സംഭവിച്ച കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത ഒരാളുടെ കഥ കേൾക്കാം. ഡാർബി എന്നൊരാൾ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മാവനും കൂടി ആ സമയത്ത് സ്വർണ്ണ ഖനികളുടെ ഖനനം നടക്കുന്ന സമയമായിരുന്നു. ഓക്കെ, ഒരു ഖനി ഇങ്ങനെ ഒരു പർച്ചേസ് ചെയ്ത് അവിടെ ഖനനം നടത്തിയിട്ട് സ്വർണം എടുക്കുക എന്ന ഒരു ബിസിനസ് അക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഖനി അദ്ദേഹം സ്വന്തമാക്കി, ഡാർബിയും അദ്ദേഹത്തിൻ്റെ അമ്മാവനും കൂടി സ്വന്തമാക്കി. അത് അവിടെ പോയിട്ട് ഈ ഖനനം തുടങ്ങി. കുറേ കുഴി കുഴിച്ച് നോക്കിയപ്പോൾ കുറച്ച് സ്വർണത്തിൻ്റെ അയിര് കിട്ടുവാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു കുറേ സ്വർണ്ണം ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ അത് എടുക്കുവാനായിട്ട് വലിയ വലിയ മെഷീൻസ് കൊടുന്നെടുത്താൽ നമുക്ക് മാക്സിമം സ്വർണം കുഴിച്ചെടുക്കാൻ പറ്റും എന്ന് കരുതി പല വലിയ വലിയ മെഷീൻസും JCB ഒക്കെ പോലത്തെ പല മെഷീൻസും അക്കാലത്തെ പല മെഷീൻസും പർച്ചേസ് ചെയ്ത് പിന്നെ ഈ സർവ്വസന്നാഹങ്ങളുമായിട്ട് ഈ ഖനിയിലെത്തുകയും ഈ ഖനി കുഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കുറേ അയിര് കിട്ടി, സ്വർണത്തിൻ്റെ അയിര് കിട്ടി. അത് കിട്ടി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മാന്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സ്റ്റേജ് എത്തി. അതിനുശേഷം ഇത് അപ്രത്യക്ഷമായി. പിന്നെ അവിടെ സ്വർണത്തിൻ്റെ അയിര് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം നിരാശനായി. ചളി മാത്രമാണ് ലഭിക്കുന്നുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും നിരാശരായി. ഈ മെഷീനൊക്കെ തുച്ഛമായ വിലയ്ക്ക് ഒരു സ്ക്രാപ്പിൻ്റെ ഡീലർ കൊടുത്തിട്ട് അവിടെ നിന്നും പിന്മാറി. സ്ക്രാപ്പിലെ മെഷീൻ വാങ്ങിയ ആളുണ്ടല്ലോ, അയാൾ കുറച്ച് സ്മാർട്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വിദഗ്ധ അഭിപ്രായം തേടി. ഈ ഖനിയിൽ ഒരു വിദഗ്ധനെ കൊണ്ടുവന്നു. അപ്പോൾ അവർ നോക്കിയതിന് ശേഷം പറഞ്ഞു, ഇവിടെ ഇഷ്ടം പോലെ സ്വർണം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഇയാൾ പൂർവാധീന ശക്തിയായിട്ട് അയാളത്തെ മെഷീനൊക്കെ കിട്ടിയല്ലോ, ഡാർബിയുടെ അടുത്ത് അമ്മാവൻ്റെ അടുത്ത് കിട്ടിയ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീനെല്ലാം യൂസ് ചെയ്തുകൊണ്ട് പിന്നെയും ഖനനം തുടങ്ങി. അത്ഭുതം എന്നേ പറയേണ്ടു. ഒരു 3 അടി കൂടി കുഴിച്ച് കഴിഞ്ഞപ്പോൾ വളരെയധികം സ്വർണം അവിടെ നിന്ന് ലഭിച്ചു. അപ്പോൾ ഡാർബി ഒരു 3 അടി മുന്നിലായിരുന്നു. 3 അടിയും കൂടി കുഴിക്കുമായിരുന്നെങ്കിൽ ഡാർബിക്ക് കിട്ടുമായിരുന്ന സ്വർണം അത് അയാൾ ഉപേക്ഷിച്ചു പോയി. അതേ സ്വർണ്ണ കട്ടികൾ ഈ സ്ക്രാപ്പിൻ്റെ ഡീലർക്ക് ലഭിക്കുകയും അദ്ദേഹം അവിടുന്ന് കോടീശ്വരനേക്ക് വളരെയധികം പണം സമ്പാദിച്ചു. ഓക്കെ, ഈ വിവരം നമ്മൾ ഡാർബിക്ക് അറിഞ്ഞു. ഡാർബി അമ്മാവനും അപ്പോൾ വേറൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗോതമ്പ് പൊടിക്കണ മില്ല് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വർണത്തിൽ നിന്നും നേരെ ഗോതമ്പ് പൊടിക്കുന്ന മില്ലിലേക്കാണ് അവർ പോയത്. അങ്ങനെ അവിടെ ബിസിനസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടൊരു കുട്ടി വന്നു. ഇപ്പോൾ ഡാർബിയുടെ അമ്മാവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്.
അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ആ അമ്മാവിൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ കറുത്ത വർഗ്ഗക്കാരിയായ കുട്ടി, അപ്പോൾ ആ കാലത്തൊക്കെ അടിമത്തം, കറുത്ത വർഗ്ഗക്കാർക്ക് വെളുത്ത വർഗ്ഗക്കാരെ മുന്നിൽ നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിലാണ് ഈ ചെറിയൊരു പെൺകുട്ടി വന്നിട്ട് ഈ ഡാർബിയുടെ വളരെ ദേഷ്യക്കാരനായ അമ്മാവൻ്റെ മുന്നിൽ നിന്നിട്ട് എനിക്ക് 50 സെൻറ്റ് വേണം, പൈസ വേണം, അതായത് 50 പൈസ വേണം എന്നുള്ള മട്ടിൽ പറഞ്ഞു. അമ്മ പറഞ്ഞിട്ടുണ്ട് 50 പൈസ തരാൻ, എനിക്ക് 50 പൈസ വേണം. അപ്പോൾ ഇയാൾക്ക് ആ ദേഷ്യം ഇല്ല പറഞ്ഞു പോയിക്കോ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് 50 പൈസ വേണം, അമ്മ പറഞ്ഞിട്ടുണ്ട് 50 പൈസ വാങ്ങിയിട്ട് വരണമെന്ന്. അപ്പോൾ പറഞ്ഞു ഇല്ല എന്നല്ല എന്നോട് പറഞ്ഞത്, നീ പോയിക്കോ പറഞ്ഞു. പിന്നെയും കുട്ടി പറഞ്ഞു എനിക്ക് 50 പൈസ വേണം, അമ്മ പറഞ്ഞിട്ട് 50 പൈസ വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ വലിയൊരു വടിയെടുത്ത് അടിക്കാനായിട്ട് ഓങ്ങിയപ്പോഴും അപ്പോഴും കുട്ടി പറഞ്ഞു എനിക്ക് 50 പൈസ വേണം, അമ്മ പറഞ്ഞിട്ട് 50 പൈസ വേണം എന്നുള്ള ഇയാളെ കണ്ണിൽ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇയാൾ ആകെ സ്തബ്ധനായിപ്പോയി. ഈ അമ്മാവൻ പെട്ടെന്ന് നിന്നിട്ട് ഇതൊക്കെ ഡാർബി കാണുന്നു. ഡാർബി വിചാരിച്ചു ഇപ്പോൾ ഒരു കൊലപാതകം വരെ നടക്കും, ഈ കുട്ടീനെ ഇപ്പോൾ ഇയാൾ അടിച്ചു കൊല്ലും എന്ന് വരെ വിചാരിച്ചതാണ്. അപ്പോൾ പക്ഷേ അമ്മാവൻ പെട്ടെന്ന് ശാന്തനായിട്ട് നിന്നു, പോക്കറ്റിൽ നിന്നും 50 പൈസ എടുത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ കണ്ണിലുള്ള ആ നിശ്ചയദാർഢ്യമാകാം അമ്മാവിനെ അങ്ങനെ ആക്കിയത് എന്ന് ഡാർബിക്ക് തോന്നി. അപ്പോൾ ഈ 2 എക്സ്പീരിയൻസിൻ്റെ ഒരു സ്വർണ്ണം 3 അടി വെച്ചിട്ട് നിർത്തിക്കളഞ്ഞു, പിന്നെ ഈ കുട്ടി ഈ അമ്മാവിടെ മുന്നിൽ ജയിക്കുകയും ചെയ്തു. ഈ 2 എക്സ്പീരിയൻസ് ഇയാളുടെ തലയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഈ ഡാർബി പുതിയൊരു ബിസിനസ് തുടങ്ങി, ഇൻഷുറൻസിൻ്റെ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇൻഷുറൻസ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് ഒരാളുടെ പക്കൽ പോയാൽ ആദ്യം വരെ എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടംപോലെ ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് വേണ്ട എന്നുള്ളൊരു ഇതാണ് പറയുക. ആരും മനസ്സോട് കൂടിയിട്ട് ഇൻഷുറൻസ് ഒരു 90% ആളുകളും എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഈ 2 എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഡാബി ആ എക്സ്പീരിയൻസ് പിന്നെ അതിൽ യൂസ് ചെയ്തു. ഒരാൾ ഇൻഷുറൻസിന് വേണ്ടി ഒരാളെ സമീപിച്ചാൽ അയാൾ വേണ്ട എന്ന് പറഞ്ഞാലും അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നവരെ ഇയാളത് എടുത്തേ അടങ്ങൂ എന്നുള്ള വാശിയിൽ അയാളെ കൺവിൻസ് ചെയ്യും, മാക്സിമം പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ മനസ്സോടെ അയാൾ എങ്ങനെയാണെങ്കിലും ആ ഇൻഷുറൻസ് അയാൾ കൈക്കലാക്കിയിരിക്കും. അങ്ങനെ ബിസിനസ്സിൽ ഈ 2 എക്സ്പീരിയൻസും ബിസിനസ്സിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ട് എന്തുണ്ടായി, ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഇൻഷുറൻസ് ഏജൻ്റായിട്ട് മാറുകയും അങ്ങനെ ഇൻഷുറൻസ് ബിസിനസ്സിൽ നിന്നും വളരെയധികം പണം സമ്പാദിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ സ്വർണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിരാശനായിട്ട് കരഞ്ഞിരുന്നില്ല. അയ്യോ എൻ്റെ വിധി അതാണ്, എൻ്റെ യോഗം അതാണ്, അങ്ങനെ ചുറ്റുപാടുകളെ ഒന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയില്ല. ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് പിന്നീടുള്ള ബിസിനസ്സിൽ നന്നായിട്ട് ഉപയോഗിക്കുകയും അതിൽ വളരെയധികം വിജയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് ലഭിക്കുക ഗുണപാഠം എന്താണ്? നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം, തീവ്രമായൊരു ആഗ്രഹം വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ, നമ്മുടെ ഇൻറ്റൻഷൻ നല്ലതാണ്, അപ്പോൾ നമ്മളതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ നമുക്കും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അത് ചെറിയ പരാജയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാൽ പോലും അതിനെ ഇട്ടെറിഞ്ഞ് പോകരുത്. അതിനെ നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ആ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇനി എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം പറയാം. ഞാൻ ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ മാനുഫാക്ചറിങ് ആണ് എൻ്റെ മെയിൻ ബിസിനസ്. നമ്മൾ 10-15 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. നല്ല പ്രൊഡക്റ്റാണത്. നല്ല എക്സ്ട്രീംലി റിലയബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ആ പക്ഷേ ഉണ്ടാക്കിയാൽ മാത്രം പോലും അത് പല ആളുകൾക്ക് എത്തണമല്ലോ. അപ്പോൾ അത് ഒരു ദിവസം ഞാൻ വിചാരിച്ചു, ഇന്നൊരു ക്ലയൻറ്റ് ഉണ്ടല്ലോ, അവർക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് റിക്വയർമെൻറ്റ് ഉണ്ടാവും, റെഗുലർ റിക്വയർമെൻറ്റ് ഉണ്ടാവും, അവരെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പോകാൻ വിചാരിച്ചു. തൽക്കാലിൽ റിസർവേഷനൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ചെന്നപ്പോൾ ഈ മാനേജർ കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഒന്ന് വളരെ ബിസിയാണ്, മാനേജിങ് ഡയറക്ടർ വരുന്ന ദിവസമാണ്, ഇന്ന് വളരെ ബിസിയാണ്, നീ കാണാൻ പറ്റിയെന്ന് എന്ന് വരില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. രാവിലെ എത്തിയതാണ് അവിടെ, ഞാൻ രാത്രി മുഴുവൻ ട്രെയിനിൽ യാത്ര ചെയ്ത് രാവിലെ എത്തിയതാണ്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവനെ കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഗൈൻ അയാളുടെ PA പറഞ്ഞു ഇന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും വരികയായിരിക്കും നന്നായാൽ. ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ദൂരത്ത് നിന്ന് വന്നല്ലേ, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 11 മണിയായി, 12, ഞാൻ രാവിലെ 9 മണി തൊട്ട് വെയിറ്റ് ചെയ്യാണ്. 12 മണിയായി, 1 മണിയായി. അപ്പോൾ പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ, അപ്പോൾ ഇവിടെ തന്നെ ക്യാൻറ്റീനിൽ വേണിച്ചാൽ കഴിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു അയാൾ. ഞാൻ പ്രശ്നമില്ല, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് സപ്പോസ് ഈ ക്യാൻറ്റീൻ കഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുമല്ലോ
എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ 3 മണിയായപ്പോൾ അയാൾ എന്നെ വിളിപ്പിച്ചു, ഈ മാനേജറിനെ വിളിപ്പിച്ചു. നിങ്ങൾ രാവിലെ തൊട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഓക്കെ, നിങ്ങൾ വന്നിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് കാര്യം പറഞ്ഞോളൂ, ഞാൻ വളരെ തിരക്കിലാണ്, MD വരുന്ന ദിവസമാണ്, വളരെ തിരക്കിലാണ് ഞാൻ ഇന്ന്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ 5 മിനിറ്റിൽ എൻ്റെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ അയാൾ ഇരിക്കാമെന്ന് പറഞ്ഞു. 5 മിനിറ്റല്ല, ആ കൂടിക്കാഴ്ച ഏകദേശം 1 മണിക്കൂറോളം പോയി. അവരുടെ എല്ലാ പ്രോബ്ലത്തിനും എൻ്റെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളവർ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇന്നിപ്പോൾ MD വന്ന ദിവസമല്ല, നമുക്ക് MDനെ പോയി കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ പിടിച്ചിട്ട് MDൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ MD അടുത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് ഈ ഫീൽഡിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ കൊല്ലങ്ങളായി ചെയ്യുന്ന ഒരു പണിയാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ സംസാരിക്കാം, ഇന്ന പ്രശ്നങ്ങളല്ലേ നമുക്കുണ്ടായിരുന്നത്, അത് നമുക്ക് ഡീറ്റെയിൽ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ MDയുമായി സംസാരിക്കാൻ സാഹചര്യം ഒരുക്കുകയും പിന്നെ ആ ഒരു മീറ്റിങ്ങിൽ വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റി ആ കമ്പനിയുമായിട്ട്. പിന്നെ അവരപ്പം തന്നെ പറഞ്ഞു, ഇനി നിങ്ങളുടെ എല്ലാ പ്രൊജക്റ്റിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രൊജക്റ്റും അങ്ങനെ എൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ ഒറ്റതിൽ എനിക്ക് വളരെയധികം ഓർഡർ, നല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഓർഡർ കിട്ടുകയും അത് മുന്നോട്ട് കൊണ്ടുപോയി. അവർ പിന്നെ വേറെ പലർക്കും നമ്മുടെ ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുകയും അപ്പോൾ അങ്ങനെ ഒരുപാട് ബിസിനസ് അവരുടെ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒറ്റ കാര്യമാണ് ഈ കാര്യം എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഈ ഡാർബിയുടെ കാര്യം, ബാൺസിൻ്റെ കാര്യമൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ വളരെ ശാന്തമായിട്ട് കാണുവാൻ അവസരം ലഭിച്ചില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് പണ്ടത്തെ എൻ്റെ സ്വഭാവം വെച്ച് നോക്കാൻ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ച് പോരുമായിരുന്നു. പക്ഷേ ഇത് വായിച്ചതിന് ശേഷമുള്ള ഒരു ഡിഫറൻസാണ് ഇത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം, ഇപ്പോൾ ഇതൊരു 300-350 രൂപയുടെ ബുക്കായിരുന്നു ഇത്. പക്ഷേ അത് നമുക്കെന്തുണ്ടായി, ഈ ബുക്ക് അതിൽ നിന്നും വളരെയധികം നല്ല ഓർഡറുകൾ എനിക്ക് ലഭിക്കുവാനും ഇത് എൻ്റെ ബിസിനസ്സിലും പിന്നെ ഇതിൽ വായിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒന്നും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു കാര്യം മാത്രമായിരിക്കും, നമ്മൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളി മൈൻഡില്ലേ, അത് ഉപയോഗിച്ച് പറയുമ്പോൾ വെറും തട്ടിപ്പാണ്. തിങ്ക് ചെയ്തിട്ട് അങ്ങനെ ഗ്രോ ചെയ്യുക, അങ്ങനെ റിച്ച് ആവുക, അതൊക്കെ വെറും തട്ടിപ്പാണ് എന്നൊക്കെ പറയും. നമുക്ക് ആട്, കോഴി, മാഞ്ചിയം അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ അടിച്ചാൽ നമ്മളത് വിശ്വസിക്കും അല്ലേ. 100 രൂപ ഇട്ടാൽ പെട്ടെന്ന് 1000 രൂപയോ, അതെയോ അങ്ങനെ 1000 രൂപയോ, അങ്ങനെ 1000 രൂപ ഇട്ടിച്ചാൽ പെട്ടെന്ന് 1,00,000 രൂപയോ, 1,00,000 രൂപ ഇടുകയാണെന്ന് വെച്ചാൽ 10 ലക്ഷം, 1 കോടിയാവുന്ന ഒരു സമയവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളിന്നാൽ 2 ലക്ഷം കിടന്നോട്ടെ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്കതിൽ ഭയങ്കര ഒരു സംശയ മനസ്ഥിതിയോട് കൂടിയിട്ടാണ് നമ്മളിത് കാണുക. പക്ഷേ ഈ ബുക്കിനെ പറ്റിയത് സംശയിക്കാൻ ഒന്നുമില്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടിക്കലി പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെയാണ് ഞാൻ ഇനി ഓരോ ചെറിയ വീഡിയോകളായിട്ട് ഇട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ വീഡിയോയ്ക്ക് ശേഷവും നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. അതിനുള്ള ഉത്തരം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ ഉത്തരം ഞാൻ തന്നെ തരുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇടയ്ക്ക് ഒരു കോൺടെസ്റ്റൊക്കെ നടത്തും. ഇതിലുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ലളിതമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിന് ഉത്തരം പറയുകയാണെന്ന് വെച്ചാൽ അതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു ഗിഫ്റ്റും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഒട്ടും മടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓരോ ആഴ്ചയും ഇതുപോലെ ഓരോ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുരോഗതിയിലേക്ക് മുന്നേറാം. ഓക്കെ, അപ്പോൾ പൈസ ഉണ്ടാവും, നേരായ രീതിയിൽ എങ്ങനെ പണം സമ്പാദിക്കുക എന്നാണ് ഈ പുസ്തകത്തിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ 10 വെച്ചാൽ 100 കിട്ടും, 100 വെച്ചാൽ 1000 കിട്ടും, അങ്ങനത്തെ ഒരു ടെക്നിക്കും ഇതിലില്ല. പിന്നെ വെറുതെ തിങ്ക് ചെയ്ത് പൈസ വരും അങ്ങനെയും വിചാരിക്കേണ്ട. നമുക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ പണത്തോടൊപ്പം തന്നെ മനസ്സമാധാനം, ഒരു ഹാപ്പിനെസ് അല്ലേ, ഓവറോൾ ഹാപ്പിനെസ്സാണ് ഈ ബുക്കിൽ ലക്ഷ്യമിടുന്നത്. ഈ ബുക്ക് എഴുതിയ നെപ്പോളിയൻ ഹില്ല് ലക്ഷ്യമിടുന്നത് എല്ലാവരുടെയും ഓവറോൾ ഹാപ്പിനെസ്സാണ്. അല്ലാതെ വെറും പണം മാത്രമല്ല, പണത്തോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്, പണം വരുന്ന ആൾക്കാർക്ക് സമാധാനം ഉണ്ടാവില്ല, അവരൊക്കെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അതല്ല, അങ്ങനെയൊന്നുമില്ല ഇതിൽ. അപ്പോൾ നന്നായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പിന്നെ വളരെ എളുപ്പത്തിൽ, വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ വലിയൊരു കുറച്ച് കട്ടിയുള്ള ബുക്കാണിത്. അതിനെ നമുക്ക് ചെറിയൊരു ഇതായിട്ട്
നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ ഞാൻ കുറേ പ്രാവശ്യം ഇത് വായിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചില കോഴ്സുകളുണ്ട്, അത്യാവശ്യം നല്ല പണച്ചെലവുള്ള കോഴ്സുകളാണ്. അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഈ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഒരു അനുഭവം തരുവാനായിട്ട് ഞാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും പഠിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, എന്താണ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുത്തോളൂ. അവർക്കും നല്ല പുരോഗതി ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. രവി, താങ്ക് യു.